കഴിക്ക്. ഫിഷുമായിട്ട് കുറച്ച് മാങ്ങ കിട്ടിയേ. അപ്പോൾ പിന്നെ നമ്മൾ കണി വെക്കാനെടുത്തതിന് ശേഷം അടമാങ്ങ ഇടാൻ വിചാരിച്ചു. അപ്പോൾ അതാ ഇതുപോലെയുള്ള മാങ്ങ, നല്ല മാങ്ങാച്ചന പറഞ്ഞാൽ അറിയുമോ എല്ലാവർക്കും? ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറഞ്ഞാൽ മാങ്ങാക്കറ. കണ്ട, ഇനി കറയുള്ള മാങ്ങ വേണം നമ്മളിടാൻ. അപ്പോൾ കുറച്ച് ഫ്രഷ് മാങ്ങ കിട്ടിയേ. അപ്പോൾ ഞാൻ അതിലൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ട് അച്ചാർ അടമാങ്ങ ഇടാൻ. അത് തീർച്ചയുണ്ടോ? ഹായ്, സൂപ്പർ. നല്ല ഫ്രഷാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. ഇതൊക്കെ തണ്ടുപോയി. അപ്പോൾ ഞാൻ എൻ്റെ 3 പൊങ്കാലക്കലമാണ് ഗൈസ് ഈ മാങ്ങകൾ ഇരിക്കുന്നത്. ശരി ഗൈസ്, വേഗം വെക്കുക, അല്ലെങ്കിൽ എസ്തെറ്റിക്ക എല്ലാം താഴ്ത്തു. കാണാനൊന്നും പറ്റുന്നില്ല. അടമാങ്ങ എടുക്കാൻ പോവുക പാതിരാത്രിയായപ്പോൾ. നമ്മൾ അന്ന് വിഷുവിന് മുന്നേ കെട്ടിവെച്ച മാങ്ങയാണ്. ഇനി അൺബോക്സിങ്. അങ്ങനെ എൻ്റെ അടമാങ്ങ അട്ടത്തുനിന്ന് താഴെ ഇറങ്ങി. ഞാനൊന്ന് അഴിക്കട്ടെ ഗൈസ്. അങ്ങനെ തുറക്കുകയാണ് ഗൈസ്. തുറക്കൂ തുറക്കൂ, തുറന്നുകൊണ്ടേയിരിക്കൂ. അന്ന് വിഷുവിൻ്റെ തലേന്ന് ഇപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിലും അതങ്ങനെ സാധാരണ ഉണ്ടാവുന്നതാണ്. ഓക്കെ, കഴിക്ക്. ശരിക്കും അടിപൊളിയാണോ? ആ, പച്ചമുളക് ഇട്ടായിരുന്നു ഞാൻ. പുളി കൂടുതലാണോ? ചോറിൻ്റെ കൂടെ തന്നെ സൂപ്പർ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.